നമസ്കാരം, എല്ലാവർക്കും ഡെൽറ്റ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ITI കഴിഞ്ഞ ഒരുപാട് ആളുകളുടെ സംശയമാണ് എങ്ങനെയാണ് വയർമാൻ പെർമിറ്റ് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ITI NCVT സർട്ടിഫിക്കറ്റുകൾ, രണ്ടാമത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കീഴിലുള്ള SCVT സർട്ടിഫിക്കറ്റുകളും അതേപോലെ തന്നെ KGCE കോഴ്സുകളും. അതിൽ NCVT അതേപോലെ SCVT കോഴ്സുകളാണെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്നുള്ള ട്രേഡുകളിലാണ് അത് അറിയപ്പെടുന്നത്. KGCE സിലബസിലാണെങ്കിൽ അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ട്രേഡിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ രണ്ടാണെങ്കിലും 2 വർഷത്തെ കോഴ്സുകളാണ് വരുന്നത്. ഇത് പഠിച്ച് പാസ്സായ ആളുകൾക്ക് ഇലക്ട്രിക്കൽ വയർമാൻ ലൈസൻസ് പെർമിറ്റ് ലഭിക്കുന്നതിന് മറ്റുള്ള ഇൻ്റർവ്യൂകളോ പരീക്ഷകളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. നേരിട്ട് തന്നെ നിങ്ങൾക്ക് ലൈസൻസിന് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ നൽകുന്നത് എന്നുള്ള പരിശോധിക്കുക. 2023 മുതൽ നമുക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ്സൈറ്റ് ഇതാണ്: samraksha.ceikerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖേന ചെയ്യുകയും വേണം. നിങ്ങൾ പേരുകൾ, അഡ്രസ്സുകൾ, മറ്റ് ജില്ല, ബാക്കിയുള്ള ഡീറ്റെയിലുകളൊക്കെ അതിൽ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം. ഡോക്യുമെൻറ്റുകളായ നിങ്ങളെ ഫോട്ടോ, ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടതിന് ശേഷം ഒരു സിഗ്നേച്ചർ, ഒരു ഒപ്പ്, അതേപോലെ തന്നെ നിങ്ങളെ ഏജ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റോ, ഒന്നുകിൽ SLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ അതിനായി ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തത് ഒരു ID പ്രൂഫ്, നിങ്ങൾക്ക് വോട്ടർ IDയോ അല്ലെങ്കിൽ ആധാർ കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഇതിനായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതേപോലെ അഞ്ചാമത്തതായിട്ട് നിങ്ങളെ ട്രേഡ് സർട്ടിഫിക്കറ്റുകൾ, ITI ട്രേഡ് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി നിശ്ചിത ഫയൽ സൈസിലുള്ളത് വേണം അപ്ലോഡ് ചെയ്യാൻ. അതിൽ ഫോട്ടോയും ഒപ്പും വരുന്നത് 100 KB ഫയൽ സൈസിൻ്റെ ഉള്ളിലായിരിക്കണം. മറ്റ് ഡോക്യുമെൻറ്റുകൾ വരുന്നത് 512 KB ഫയൽ സൈസിലാണ് വേണ്ടത്. ഇത്രയും ഡോക്യുമെൻറ്റുകൾ ആദ്യം നിശ്ചിത ഫയൽ സൈസിൽ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ അപേക്ഷയ്ക്കായി തയ്യാറെടുക്കാൻ. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂരിപ്പിച്ചതിന് ശേഷം ഈ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും അതിനായിട്ട് വരുന്ന ഫീസ് 560 രൂപയാണ്. ഈ 560 രൂപ നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതുമാണ്. ഓൺലൈനായി പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ മെസ്സേജുകൾ മൊബൈലിലും ഇമെയിൽ IDയിലും ഒക്കെ ലഭിക്കുന്നതാണ്. അതിനുശേഷം ലൈസൻസിംഗ് ബോർഡ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും മറ്റ് ഡോക്യുമെൻറ്റുകളും എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം അത് അപ്രൂവൽ ആക്കുന്നതും വീണ്ടും ലൈസൻസ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി 885 രൂപയുടെ ഒരു പേയ്മെൻറ്റ് കൂടി നടത്തേണ്ടതാണ്. അപ്പം അങ്ങനെ 885 രൂപയുടെ പേയ്മെൻറ്റ് കൂടി നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങളെ വയർമാൻ പെർമിറ്റ് അല്ലെങ്കിൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി അടുത്ത തവണ വീണ്ടും കാണാം.